ചെറുപുഴ കൃഷിഭവനിൽ നിന്നും ഫുഡ് വില്ലേജ് പദ്ധതി പ്രകാരം പഴവർഗ്ഗ തൈകൾ വിതരണം ചെയ്തു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ കൃഷിഭവനിൽ നിന്നും ഫുഡ് വില്ലേജ് പദ്ധതി പ്രകാരം പഴവർഗ്ഗ തൈകൾ വിതരണം ചെയ്തു. പോഷക ഗുണമുള്ള പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ഫുഡ് വില്ലേജ് പദ്ധതി നടപ്പിലാക്കുന്നത്. 10 സെന്റ് സ്ഥലത്ത് 9 ഇനം തൈകളാണ് നടുന്നത്. ജിയോ ടാഗ് ചെയ്ത് കർഷകരുടെ കൃഷിയെ ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷിക്കുകയും ചെയ്യും. സർക്കാർ ജൈവ കാർഷിക മിഷൻ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു. ചെയ്യുകയെന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസർ പറഞ്ഞതുപോലെ ഇത് 9 ഐറ്റംസ് ആണ് വിതരണം ചെയ്യുന്നത്. ഈ 9 ഐറ്റംസിൽ ഒരു മാവ്, 2 പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ട, ഇത്രയും തൈകളാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് അതായത് ഇത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്, ഇതിൻ്റെ വളർച്ച നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ 10 സെൻറ്റ് കൃഷിയിടത്തിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇതിൻ്റെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജിയോ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ശാസ്ത്രീയമായിട്ട് എല്ലാ വീടുകളിലും ഇത് ക്രമേണ തുടർന്ന് എല്ലാ വർഷങ്ങളിലും എല്ലാ കർഷകരിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ന്യൂട്രീഷൻ ഫ്രൂട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൃഷി ഓഫീസർ പി അഞ്ജു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ കൃഷിഭവൻ പരിധിയിലെ 50 കർഷകർക്കാണ് പ്ലാവ്, മാവ്, മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, സപ്പോട്ട തുടങ്ങിയ പഴവർഗ്ഗ തൈകൾ വിതരണം ചെയ്തത്. RKVY റെസ്റ്റാറിൻ്റെ ഫുഡ് വില്ലേജ് എന്ന് പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇവിടെ 10 സെൻറ്റിലേക്ക് ഒരു കിറ്റ് എന്ന രീതിയിൽ 50 കിറ്റുകളാണ് ചെറുപുഴ കൃഷിഭവനിലൂടെ ഇത്തവണ വിതരണം ചെയ്യുന്നത്. ഇവിടെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ട മുതലായ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇത്തവണ വിതരണത്തിന് വന്നിട്ടുള്ളത്. നമ്മളെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന ഫ്രൂട്ട് വില്ലേജ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന 9 ഫലവൃക്ഷത്തൈകൾ വാങ്ങിയ കർഷകരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു പ്രധാനപ്പെട്ട കർഷകനാണ് പീറ്റർ ജോസഫ് എന്ന് പറയുന്ന ബെനിറ്റ്. അദ്ദേഹം ഏകദേശം 20 ഏക്കറോളം സ്ഥലത്ത് കൃഷി പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ആദ്യം വന്ന 50 ഗുണഭോക്താക്കൾക്കാണ് നമ്മളിത് വിതരണം ചെയ്തത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് തന്നെ ജീവിതശൈലി രോഗങ്ങളെയും മറ്റ് ചെറുക്കുന്നതിനുള്ള ഒരുപാട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ഫുഡ് പ്ലേറ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ പകുതി പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുൻപ് കാലത്തുള്ള ആൾക്കാർ അതിൽ 90% പഴങ്ങളും പച്ചക്കറികളുമായിരുന്നു. അതായത് ധാന്യങ്ങളും അതുപോലെ തന്നെ മാംസാഹാരവും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പുതിയ തലമുറ ഒരു 10% പോലും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.